എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണോ? എങ്കിൽ നമുക്ക് ഒരുമിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളിലൂടെ ഒന്ന് കടന്നുപോകാം. നിങ്ങളുടെ പഠനത്തിന് ഇതൊരു വലിയ സഹായമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആശീർവാദിന്റെ ദേവസ്വം ബോർഡ് പരീക്ഷാ പരിശീലന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം, അല്ലേ? ശരി, നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഒരു ക്ഷേത്രം? അതിന്റെ പിന്നിലുള്ള ശാസ്ത്രീയമായ അടിത്തറ എന്താണ്? ഈയൊരു ഭാഗത്ത് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ക്ഷേത്രം എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം എന്താണ്? ഉത്തരം വളരെ ലളിതമാണ്: ദുഃഖത്തിൽ നിന്നും രക്ഷിക്കുന്നത്. അതായത് ക്ഷയാത് ത്രായത്തെ ഇതി ക്ഷേത്ര എന്ന് സംസ്കൃതത്തിൽ പറയും. നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളിൽ നിന്നും നാശങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്ന ഒരിടം, അതാണ് ക്ഷേത്രം. ഈയൊരാശയം മനസ്സിൽ വയ്ക്കുന്നത് പരീക്ഷയ്ക്ക് വളരെ പ്രധാനമാണ് കേട്ടോ. ഇനി ക്ഷേത്രത്തിന് കുറച്ചുകൂടി ആഴത്തിലുള്ളൊരു നിർവചനം കൂടിയുണ്ട്. അതാണ് സർവൈഹി അർത്ഥാക്ഷേന രണ്യന്തേ ത്രായന്തേച്ച തതഃ ക്ഷേത്രം. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യജീവിതത്തിന് 4 ലക്ഷ്യങ്ങളുണ്ട്: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഈ 4 പുരുഷാർത്ഥങ്ങൾ നേടാൻ ആവശ്യമായ സഹായവും സംരക്ഷണവും എവിടെയാണോ ലഭിക്കുന്നത്, അതാണ് ക്ഷേത്രം. അടുത്ത ചോദ്യം: ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ, അവിടുത്തെ പൂജാവിധികൾ, അതിന്റെ നിർമ്മാണം, ഇതെല്ലാം ഏത് ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയാണ് ചെയ്തിരിക്കുന്നത്? ഇതിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ: തന്ത്രശാസ്ത്രം. കാരണം തന്ത്രശാസ്ത്രം ഒരു ക്ഷേത്രത്തെ വെറുമൊരു കെട്ടിടമായിട്ടല്ല കാണുന്നത്, മറിച്ച് വലിയൊരു ഊർജ്ജ കേന്ദ്രമായിട്ടാണ്. ആ ഊർജ്ജം എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ നിലനിർത്താം എന്നൊക്കെയാണ് ഈ ശാസ്ത്രം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ തന്ത്രശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പുസ്തകങ്ങളെയും ഗ്രന്ഥങ്ങളെയും ഒക്കെയൊന്ന് പരിചയപ്പെടാം. പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണിത്. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. പരീക്ഷയിൽ എന്തായാലും പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണിത്. കേരളത്തിലെ ക്ഷേത്രാചാരങ്ങളുടെ എല്ലാം അടിസ്ഥാന ഗ്രന്ഥമാണ് തന്ത്രസമുച്ചയം. ആരാണിതിന്റെ രചയിതാവ്? ഉത്തരം ചേന്നാസ് നാരായണൻ നമ്പൂതിരിപ്പാട്. 15ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണിദ്ദേഹം. ഈ തന്ത്രസമുച്ചയത്തിലെ അധ്യായങ്ങൾക്ക്, അതായത് ചാപ്റ്റേഴ്സിന്, ഒരു പ്രത്യേക പേരുണ്ട്. എന്താണെന്നറിയാമോ? ഉത്തരം പടലങ്ങൾ. ആ പുസ്തകത്തിലെ ഓരോ ഭാഗത്തെയും ഓരോ പടലം ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ വാക്ക് നന്നായി ഓർത്തുവെക്കണേ. അടുത്തത് ഒരു കണക്കാണ്. ഈ തന്ത്രസമുച്ചയത്തിൽ ആകെ മൊത്തം എത്ര ശ്ലോകങ്ങളുണ്ടെന്നറിയാമോ? പരീക്ഷകളിൽ ഇതുപോലുള്ള കൃത്യമായ നമ്പറുകൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഉത്തരം ശ്രദ്ധിച്ചു കേൾക്കണം. ഉത്തരം ഇതാണ്: 2896. അതായത് 2896 ശ്ലോകങ്ങൾ. ഈ നമ്പർ കൃത്യമായിട്ട് ഓർത്തുവെക്കുന്നത് വളരെ നല്ലതാണ്. ഇനി തന്ത്രശാസ്ത്രം എങ്ങനെയാണുണ്ടായത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചോദ്യം നോക്കാം. ശിവനും പാർവതിയും തമ്മിലുള്ള ഒരു സംഭാഷണത്തിന്റെ രൂപത്തിൽ ദത്താത്രേയ മുനി രചിച്ച ശാസ്ത്രശാഖ ഏതാണ്? ഉത്തരം മറ്റൊന്നുമല്ല, തന്ത്രശാസ്ത്രം തന്നെയാണ്. അതായത് ഈ അറിവ് ഒരു ദിവ്യ സംവാദത്തിലൂടെയാണ് നമുക്ക് കിട്ടിയതെന്നാണ് സങ്കല്പം. ഈ തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത് ഒരൊറ്റ ശാസ്ത്രശാഖയല്ല, അതിന് പല പല വിഭാഗങ്ങളുണ്ട്. അവ ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കിയാലോ? ഈ ഒരു ഭാഗം ഈ വിഷയത്തെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. ശിവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുത്ത തന്ത്രം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഇതിന്റെ ഉത്തരം ആഗമശാസ്ത്രമെന്നാണ്. ആഗമം എന്ന വാക്കിനർത്ഥം വന്നുചേർന്നത് എന്നാണ്. അതായത് ശിവനിൽ നിന്ന് പാർവതിയിലേക്ക് ആ അറിവ് വന്നുചേർന്നു. അപ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? പാർവതി ശിവന് പറഞ്ഞുകൊടുത്ത തന്ത്രത്തെ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം നിഗമശാസ്ത്രം. കണ്ടോ, ആഗമം വന്നു ചേർന്നതാണെങ്കിൽ നിഗമം എന്ന് പറയുന്നത് തിരികെ പോകുന്ന ജ്ഞാനമാണ്, അതായത് ശക്തിയിൽ നിന്ന് ശിവനിലേക്ക്. ശരി, നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷനിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. തന്ത്രശാസ്ത്രത്തെ പ്രധാനമായും 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അവയുടെ പേരുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉത്തരം ഇതാണ്: വിഷ്ണുക്രാന്ത, രഥക്രാന്ത, പിന്നെ അശ്വക്രാന്ത. ഈ പേരുകൾ ഭാരതത്തിന്റെ ഭൂമിശാസ്ത്രപരമായ വിഭജനത്തെ അടിസ്ഥാനമാക്കിയാണ് വന്നിട്ടുള്ളത്. ഓരോ പ്രദേശത്തും പ്രചാരത്തിലുള്ള തന്ത്രരീതികളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കൊള്ളാം. അപ്പോ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ പെട്ടെന്നൊന്ന് ഓർത്തെടുത്താലോ? ഈ പ്രധാനപ്പെട്ട പോയിന്റുകൾ മനസ്സിൽ ഉറപ്പിച്ചാൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എന്തായാലും ഗുണം ചെയ്യും. നമുക്കൊന്ന് ഓർത്തെടുക്കാം. ക്ഷേത്രമെന്ന് പറഞ്ഞാൽ ദുഃഖത്തിൽ നിന്നും രക്ഷിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനം തന്ത്രശാസ്ത്രമാണ്. തന്ത്രസമുച്ചയം എഴുതിയത് ചേന്നാസ് നാരായണൻ നമ്പൂതിരിപ്പാട്. അതിലെ അധ്യായങ്ങളാണ് പടലങ്ങൾ. ആകെ ശ്ലോകങ്ങൾ 2896. ശിവനിൽ നിന്ന് പാർവതിയിലേക്ക് വന്നത് ആഗമശാസ്ത്രം, തിരിച്ചുള്ളത് നിഗമശാസ്ത്രം. പിന്നെ തന്ത്രശാസ്ത്രത്തിലെ 3 പ്രധാന വിഭാഗങ്ങൾ ഏതൊക്കെയായിരുന്നു? വിഷ്ണുക്രാന്ത, രഥക്രാന്ത, അശ്വക്രാന്ത.
ഇന്നത്തെ ഈ സെഷൻ നിങ്ങൾക്ക് ശരിക്കും പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ കൂടുതൽ ആഴത്തിൽ പഠിക്കാനും പരിശീലിക്കാനും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ കോഴ്സിൽ ചേരുന്നതിനെക്കുറിച്ച് തീർച്ചയായും ആലോചിക്കാവുന്നതാണ്. ദേവസ്വം ബോർഡ് പരീക്ഷകളുടെ പുതിയ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാനും കൂടുതൽ വിവരങ്ങൾ അറിയാനും ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കാവുന്നതാണ്. 8547577007. നിങ്ങളുടെ വിജയത്തിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും.